പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നു നിൽക്കും, എക്സും വൈയും. അതായത് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ഏതോ ഒരു ഫംഗ്ഷൻ, വൈ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി അതും വേറെ ഏതോ ഒരു ഫംഗ്ഷൻ. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഇവിടെ നോക്കി എഫ് ഓഫ് ടി ഇവിടെയും ടി ഉണ്ട്, എച്ച് ഓഫ് ടി ഇവിടെയും ടി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് ടീനെ കൺസിഡർ ചെയ്യാം. ഇനി ഈ ടി വെച്ചിട്ട് എക്സിനെയും വൈനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എന്താ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇവിടെ നോക്കിക്കേ, ഇവിടെയും തീറ്റ, ഇവിടെയും തീറ്റയുണ്ട്, ഇവിടെയും തീറ്റയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിനെയും വൈനെയും ഈ തീറ്റ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് ബൈ ഡി തീറ്റ, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, മൈനസോടെ ചെയ്ത് പ്ലസ് ആവും. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ, വൈ ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ.